എല്ലാവർക്കും സെപ്റ്റംബർ 11, 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ സ്റ്റേസ് ഔട്ട് ഓഫ് ട്രേഡ് പില്ലർ അറ്റ് ഇൻഡോ പസഫിക് മീറ്റ്. ഇൻഡോ പസഫിക് മീറ്റിൽ ഇന്ത്യ പങ്കാളിയായിരുന്നു. പക്ഷേ 14 രാജ്യങ്ങൾ പങ്കെടുത്ത മീറ്റിൽ ഇന്ത്യ ട്രേഡുമായി ബന്ധപ്പെട്ട പാരാമീറ്റേഴ്സിൽ അല്ലെങ്കിൽ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യ ജോയിൻ ചെയ്യുന്നില്ല എന്ന്, വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യ ജോയിൻ ചെയ്യുന്നില്ല എന്ന് അറിയിക്കുകയായിരുന്നു. India was the only one of the 14 IPEF countries, which include Southeast Asian countries like Australia, New Zealand, South Korea and Japan, not to join the Declaration on Trade. ട്രേഡുമായി ഡിക്ലറേഷൻ ഇന്ത്യ സൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതാണ് ന്യൂസിൽ പറഞ്ഞത്. ഇന്ത്യ സ്റ്റേഡ് ഔട്ട് ഓഫ് ദ ജോയിൻറ്റ് ഡിക്ലറേഷൻ ഓഫ് ദ ട്രേഡ് പില്ലർ ഓഫ് ദ US ലെഡ് ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിം വർക്ക്. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിം വർക്ക് മിനിസ്റ്റീരിയൽ മീറ്റിൽ ലോസ് ഏഞ്ചലസിലാണ് മീറ്റ് ഉണ്ടായിരുന്നത്. പീയൂഷ് ഗോയൽ, കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലാണ് പങ്കെടുത്തത്. അപ്പോൾ ആരാണ് കൊമേഴ്സ് മിനിസ്റ്റർ? പീയൂഷ് ഗോയലാണ് പങ്കെടുത്തത്. അപ്പോൾ പക്ഷേ എന്ത് പറഞ്ഞു ഇന്ത്യ? എന്താ പറഞ്ഞത്? അത് എൻഗേജ്ഡ് എക്സ്ഹോസ്റ്റീവ്ലി എന്ന് പറഞ്ഞു. അതായത് വളരെ നന്നായിട്ട് അതിൽ പങ്കെടുക്കും, അഭിപ്രായങ്ങൾ അറിയിക്കും, അവരെ ഔട്ട്കംസൊക്കെ സമ്മതിക്കുകയൊക്കെ ചെയ്തു. അവർ ആ മീറ്റിങ്ങിൽ വന്ന ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ എന്താ പറയുക ഡിസിഷൻസൊക്കെ ഇന്ത്യ സമ്മതിച്ചെങ്കിലും അതിൽ ജോയിൻ ചെയ്തില്ല എന്നതാണ് ന്യൂസ്. ഓവർ എ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ദ ഗവൺമെൻറ് സെഡ് ദാറ്റ് ഇന്ത്യ ഹാസ് എൻഗേജ്ഡ് എക്സോസ്റ്റീവ്ലി. അതിനർത്ഥം എന്താ? അതിഭീകരമായിട്ട് നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നാണ്. വളരെ നന്നായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഓൺ ഓൾ ദ 4 പില്ലേഴ്സ് ആൻഡ് വാസ് കംഫർട്ടബിൾ വിത്ത് ഔട്ട്കംസ്. അവർ പറഞ്ഞ തീരുമാനങ്ങളിലൊക്കെ നന്നായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിരുന്നു വിത്ത് ഔട്ട്കം സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ അതർ 3 പില്ലേഴ്സ്. പക്ഷേ ട്രേഡ് പില്ലറിൽ 4 പില്ലേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ട്രേഡ് പില്ലർ, ക്ലീൻ എനർജി, ടാക്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ, ഫെയർ എക്കോണമി, അങ്ങനെ കുറേ പില്ലേഴ്സ്, സപ്ലൈ ചെയിൻസ്, ക്ലീൻ എക്കോണമി, അങ്ങനെ പല പില്ലേഴ്സ് ഉണ്ടായിരുന്നതിൽ ട്രേഡ് പില്ലറിൽ ഇന്ത്യ ജോയിൻ ചെയ്തില്ല എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ്. ബ്രിട്ടീഷ് മൊണാർക്ക് മാറി. ബ്രിട്ടൻസ് കിങ്സ് ചാൾസ് 3 ആണ് ഇപ്പോൾ പുതിയ കിങ് മൊണാർക്ക്. ബ്രിട്ടനിലെ രാജ്ഞി മരിച്ചു എന്നറിയാലോ. AAP ഗവൺമെൻറ് വിൽ റെഗുലറൈസ് കോൺട്രാക്ച്വൽ ജോബ്സ്. കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് AAP ആം ആദ്മി പാർട്ടി ഏത് സ്റ്റേറ്റിൽ വന്നാലും ഏത് ടെറിട്ടറിയിൽ വന്നാലും അവിടെയുള്ള കോൺട്രാക്ച്വൽ ജോബ്സ് റെഗുലറൈസ് എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ നോർമൽ ജോബ്സായിട്ട് കൺവേർട്ട് ചെയ്യും. അല്ലാതെ പിന്നെ അത് കോൺട്രാക്റ്റ് ആയിരിക്കില്ല, അത് പെർമനൻറ്റ് ജോബായിരിക്കും എന്നാണ് പറയുന്നത്. AAP കോൺട്രാക്ച്വൽ ജോബ്സിനെതിരാണെന്നും നോർമൽ ജോബ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ്സോ അല്ലെങ്കിൽ നോർമൽ കോൺട്രാക്ച്വൽ അല്ലാത്ത ജോബ്സ് ശരിക്കും സ്ഥിരപ്പെടുത്തുമെന്നാണ് അവർ പറയുന്നത്. അതൊരു ഇലക്ഷൻ പ്രൊപ്പഗാൻഡയായിട്ട് വേണമെങ്കിൽ കാണാം. സെവറൽ സ്റ്റേറ്റ് ലോസ് നീഡഡ് ടു ബി ട്വീക്ഡ് ഫോർ ന്യൂ എക്കണോമിക് പോളിസി അല്ലാതെ അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് 2020. അപ്പം പല സ്റ്റേറ്റുകൾക്കും എന്ത് പറ്റും? ഈ പുതിയ കസ്തൂരി രംഗൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസിയില്ലേ, അത് നടപ്പിലാക്കണമെങ്കിൽ ട്വീക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ചില സ്റ്റേറ്റ് ലോസ്. എന്താ വെച്ചാൽ സ്റ്റേറ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളും മറ്റ് കാര്യങ്ങളും എന്ത് ചെയ്യണം, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തണം. എന്നാൽ മാത്രമേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് കേരള റബ്ബർ പ്ലാന്റേഷൻസ് ഇൻ ക്രൈസിസ്. കേരളത്തിലെ റബ്ബർ പ്ലാന്റേഷൻസ് ക്രൈസിസിലാണെന്ന് പറയുന്നു, മോശം അവസ്ഥയിലാണെന്ന് പറയുന്നു. എന്താണത്? വിത്ത് ദ പ്രൈസ് ഓഫ് നാച്ചുറൽ റബ്ബർ ഇൻ ഫ്രീ ഫോൾ. ഇങ്ങനത്തെ യൂസേജിൻ്റെ ഫ്രീ ഫോൾ എന്ന് പറയുന്നത് വെച്ചാൽ വളരെയധികം താഴെ പോകുന്ന സമയത്ത് അബൌട്ട് 12 lakh സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് ഇൻ കേരള, ദ കൺട്രീസ് റബ്ബർ ഹാർട്ട്ലാൻഡ്, ആർ കൗണ്ടിങ് ദർ ലോസസ് ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ്. കഴിഞ്ഞ 2 മാസമായിട്ട് വളരെ മോശം അതിലെ പ്രൊഡക്ടിവിറ്റിയാണ്, പൈസ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഓഫ് ലാക്ടിക്സ് ഹാസ് ഫോളൻ ബിലോ 120 വൈൽ ദാറ്റ് ഓഫ് ദ റബ്ബർ ഷീറ്റ്സ് ഓഫ് 150 ഫ്രം 180 ജസ്റ്റ് അഹെഡ് ഓഫ് ദ ഉക്രൈൻ റഷ്യൻ വാറിൻ്റെ സമയത്ത് 150 ഉണ്ടായിരുന്നു, 150-120 ആയി. അതാണ് അതിൻ്റെ പ്രശ്നം. ദ ഫാളിംഗ് പ്രൈസസ് ഹാവ് കം ആസ് എ ഡബിൾ വാമി ടു ദ സെക്ടർ പ്ലാഗ്ഡ് ബൈ ഇന്ത്യ അൺപ്രസിഡൻറ്റഡ് റൈസ് ഇൻ ഇൻപുട്ട് കോസ്റ്റ്. അപ്പോൾ ഇൻപുട്ട് കോസ്റ്റ് കൂടുകയും ചെയ്തു. അതായത് ഈ റബ്ബർ വളർത്തുന്നതും ബാക്കിയുള്ള പ്ലാന്റേഷൻസിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റ് കൂടുകയും ചെയ്തു. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ റബ്ബറിൻ്റെ പൈസ കുറയുകയും ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ ക്രൈസിസിന് കാരണം എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. കേരള റബ്ബർ പ്ലാന്റേഷൻസ് ഇൻ ക്രൈസിസ്. അടുത്ത ന്യൂസ്, കോൺട്രവേഴ്ഷ്യൽ സർവേ ഓഫ് മദ്രസ സ്റ്റാർട്ട് ഇൻ UP. പൊതുവേ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഇത് ആക്ച്വലി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലല്ല, പക്ഷേ എന്നാലും
ഇത് നോക്കൂ, ഇത്രയധികം കോൺട്രവേഴ്സി മതപരമായി നടക്കുന്നൊരു സ്ഥലത്ത് യോഗി ആദിത്യനാഥ് എന്താ പറയുക, അമിഡ് ദ ഓൺഗോയിങ് കോൺട്രവേഴ്സി ഓവർ മദ്രസാസ് ഇൻ ഉത്തർപ്രദേശ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റാർട്ടഡ് ദ പ്രോസസ് ഓഫ് കണ്ടക്ടിങ് സർവേ ഓഫ് ദ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫ്രം സാറ്റർഡേ. അപ്പോൾ അവർ പറയുന്നത് ആ കമ്മ്യൂണിറ്റിയെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ്. പക്ഷേ എത്രമാത്രം അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നറിയില്ല. യു പിയിൽ മദ്രസാസ് മുഴുവൻ സർവേ ചെയ്യാണ്. കോൺട്രവേഴ്ഷ്യൽ സർവേ ഓഫ് മദ്രസ സ്റ്റാർട്ട്സ് ഇൻ യു പി. ഇവിൽ ഇൻറ്റൻറ്റ്, മോശം ഇൻറ്റൻ്റാണ് എന്നാണ് ചില ഏരിയാസിലത് പറയപ്പെടുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് കിങ് ചാൾസ് III പ്രൊക്ലെയിംഡ് ബ്രിട്ടൻസ് മോണാർക്ക്. നമ്മൾ ഫസ്റ്റ് പേജിൽ കണ്ടതാണ്. ഈ സേസ് ഈസ് അവെയർ ഓഫ് ദ ഗ്രേറ്റ് ഇൻഹെറിറ്റൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സോവറൻറ്റി വോസ് ടു ഫോളോ ദ ഇൻസ്പയറിംഗ് ക്വീൻ. ഇപ്പം മരിച്ചുപോയ ക്വീനിനെ ക്വീൻ എലിസബത്ത് II മരിച്ചു പോയല്ലോ. അപ്പോൾ അവരുടെ എല്ലാതരം നല്ല കാര്യങ്ങളും ഫോളോ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ മൊണാർക്ക് എന്ന രീതിയിലുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും പുള്ളി വഹിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദ ബ്രിട്ടീഷ് മൊണാർക്ക് റെയിൻസ് ബട്ട് നോട്ട് റൂൾസ് എന്ന് പറയും. അത് എൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അയാൾ ഭരിക്കുമെങ്കിലും അയാൾക്ക് പവർ കുറവാണ്. അയാൾക്ക് വെറുതെ ഒരു നോമിനൽ അല്ലെങ്കിൽ ഒരു ഫോമൽ റബൽ സ്റ്റാമ്പ് പോസ്റ്റാണ്. കാരണം റെയിൻ ചെയ്യും, മൊണാർക്കാണെന്ന് പറയും, പക്ഷേ ഡസ് നോട്ട് റൂൾ എന്നാണ് പറയുന്നത്. അതായത് ഭരിക്കാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ 200 വർഷം 300 വർഷം പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റാണ്, ജനാധിപത്യമാണ് അവിടെ. അതുകൊണ്ട് മൊണാർക്കിന് റോളും അല്ലാതെ ഇല്ല. അതുകൊണ്ടാണ് ആ കോട്ട് പറയുന്നത് ദ ബ്രിട്ടീഷ് മൊണാർക്ക് റെയിൻസ് ബട്ട് നോട്ട് റൂൾസ് എന്ന്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നോമിനൽ പോസ്റ്റാണ്. പക്ഷേ എന്നാലും ആ എന്താ പറയുക, ഒരു കീഴ്വഴക്കം എപ്പോഴും അതേപോലെ പിന്തുടർന്ന് പോവുകയാണ്. കിങ് ചാൾസ് III ആണ് ബ്രിട്ടൻസ് പുതിയ മൊണാർക്ക്. ക്വീൻ എലിസബത്ത് II മരിച്ചു പോയപ്പോൾ. റഷ്യ അനൗൺസസ് ട്രൂപ്പ് പുൾ ബാക്ക് ഫ്രം കാർക്കീവ് എന്ന് റഷ്യൻ്റെ ട്രൂപ്പുകൾ പുൾ ബാക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? യുക്രൈൻ റഷ്യ വാറുമായി ബന്ധപ്പെട്ടതാണ്. കാർക്കീവ് നമ്മുടെ ഉക്രൈനിലൊരു സ്ഥലമാണ്. ക്വീൻ എലിസബത്ത് IIൻ്റെ ഫ്യൂണറൽ സെപ്റ്റംബർ 19 പറയുന്നത്. ക്വീൻ എലിസബത്ത് IIൻ്റെ ഫ്യൂണറൽ സെപ്റ്റംബർ 19. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ വൈ ക്ലൗഡ് ബേസ്റ്റ് ഫോർകാസ്റ്റിംഗ് ഇൻ ഇന്ത്യ സ്റ്റിൽ റിമെയിൻസ് എലൂസീവ്. ഈ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടാവാനും ആ സമയത്ത് ഭയങ്കരമായ മഴ ഉണ്ടാവാനൊക്കെ കാരണമാണ് ഈ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫോർകാസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ടെക്നിക്കലി പ്രശ്നങ്ങളുണ്ട്. കാരണം അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്ലൗഡ് ബേസ്റ്റ്. പക്ഷേ അതാണ് ഫ്ലാഷ് ഫ്ലഡുകൾ ഉണ്ടാക്കുന്നത്, പെട്ടെന്നുള്ള ഫ്ലഡുകൾ ഉണ്ടാക്കുന്നത് ഈ ക്ലൗഡ് ബേസ്റ്റാണ്. അപ്പോൾ എന്താണ് ക്ലൗഡ് ബേസ്റ്റ് എന്ന് അറിയണം. എന്താണ് ക്ലൗഡ് ബേസ്റ്റ്? ആസ് പെർ ദ IMD ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡെഫിനിഷൻ, ഓവർ 100 millimeter ഓഫ് റെയിൻഫോൾ ഇൻ എൻ അവർ. ഒരു മണിക്കൂറിൽ 100 millimeter റെയിൻഫോൾ കിട്ടുകയാണെങ്കിൽ അതാണ് ക്ലൗഡ് ബേസ്റ്റ്. യൂഷ്വലി ഒക്കോസ് ഓവർ എ സ്മോൾ ജോഗ്രഫിക്കൽ റീജിയൻ. ഒരു ചെറിയ 20 square kilometer അല്ലെങ്കിൽ 30 square kilometerനുള്ളിലാണ് അതുണ്ടാവുക. റെയിൻഫോൾ ഓഫ് 100 millimeter per hour ട്രാൻസ്ലേറ്റ്സ് ടു 100 liters for every square meter where a cloud burst occurs. For a smaller region it's about 2 billion liters of water. 2 billion liters of water ഒരു മണിക്കൂറിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എവിടെയൊക്കെയാണ് ഇത് പൊതുവെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്, വരുന്നത് എന്നുള്ളതാണ്. ക്ലൗഡ് ബേസ്റ്റ് ഒക്കർ മോസ്റ്റ്ലി ഓവർ റഗ്ഡ് ടെറൈൻസ് ഓവർ ദ ഹിമാലയാസ്, വെസ്റ്റേൺ ഗട്ട്സ്, നോർത്ത് ഈസ്റ്റേൺ ഹിൽ സ്റ്റേറ്റ്സിലും അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സിലും അതുപോലെ തന്നെ ഹിമാലയാസിൻ്റെയൊക്കെ അടുത്താണ് ഈ ക്ലൗഡ് ബേസ്റ്റുകൾ ഉണ്ടാകുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് റഡാറുകളൊക്കെ ഒന്ന് വെച്ച് നമുക്കത് സാറ്റലൈറ്റ്സ് ഒന്നും വെച്ചത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഫ്ലാഷ് ഫ്ലഡ്സും. പണ്ടൊക്കെ നോർത്ത് ഈസ്റ്റിലൊക്കെയാണ് കൂടുതൽ ഫ്ലഡ്സൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കേരളത്തിലാണ് കൂടുതലുള്ളത്. ഹൗ ഡസ് എ കോവിഡ് നേസൽ വാക്സിൻ വർക്ക് എന്ന് പറഞ്ഞൊരു അതുമായി ബന്ധപ്പെട്ട ഒരു FAQ പോലെ, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് പോലെ അവർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നേസൽ വാക്സിൻ ഇപ്പോഴാണ് എടുത്ത് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. ഇന്നത്തെ ന്യൂസ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത്രയാണ്. നമുക്ക് നാളെ ഇതേ സമയം വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും വീഡിയോ സീരീസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.